PHIC 109 എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 1 ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിറ്റ് 1 രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ക്ലാസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള റീസൺ അഫ്കോഴ്സ് ഈ യൂണിറ്റ് കുറച്ച് ബൾക്കാണ്, വലിയ യൂണിറ്റ് ആണ്. ആൻഡ് ഇതിൽ 6 മേജർ ടോപ്പിക്സും ഉണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. രണ്ട് പാർട്ടായിട്ടാണ് ക്ലാസ് ഉള്ളത്. യൂണിറ്റ് 1ന്റെ പേര് ഇൻഡോ പേർഷ്യൻ ഹിസ്റ്ററീസ് ആൻഡ് പേർഷ്യൻ ലിറ്റററി ട്രഡീഷൻസ് എന്നാണ്. ഇൻഡോ പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രാഫിനെ കുറിച്ചും ഹിസ്റ്ററീസിനെ കുറിച്ചും അതേപോലെ തന്നെ പേർഷ്യൻ ലിറ്റററി ട്രഡീഷനെ കുറിച്ചും പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രാഫിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഈ യൂണിറ്റ്. ഈ യൂണിറ്റിൽ നമുക്ക് 6 മേജർ ടോപ്പിക്കുകളുണ്ട്. ആദ്യം തന്നെ നമുക്ക് ആ 6 മേജർ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കണം. ആദ്യത്തെ ടോപ്പിക്ക് പേർഷ്യൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓൺ ദ ഈവ് ഓഫ് മുഗൾ അഡ്വെന്റ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. മുഗളന്മാരുടെ കടന്നുവരവ്, അതായത് ആ മുഗൾ സാമ്രാജ്യ മുഗൾ എംപയറിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാവുന്ന ടൈമിൽ, അല്ലെങ്കിൽ ആ ഒരു അഡ്വെന്റിന്റെ ടൈമിലുള്ള ആ ഒരു അഡ്വെന്റ് ഈവിലുള്ള പേർഷ്യൻ ലാംഗ്വേജിന്റെ ലിറ്ററേച്ചറിന്റെയും ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് ടോപ്പിക്. സെക്കൻഡ് ടോപ്പിക് ഹിസ്റ്ററി റൈറ്റിംഗ് ഇൻ പേർഷ്യൻ, അതിന്റെ ഫോമർ, മെത്തേഡ് ആൻഡ് ഒബ്ജക്റ്റീവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡിയാണ്. അതിൽ നമുക്ക് 2 കേസ് സ്റ്റഡീസ് ഉണ്ട്. ഒന്ന് മെമ്മോസ് ആൻഡ് ബയോഗ്രാഫിക്കൽ റൈറ്റിംഗ്സ് ഓഫ് ഹിസ്റ്ററി, അതിൽ ഹുമയൂൺ നാമയും ബാബർ നാമയും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. രണ്ടാമത്തെ കേസ് സ്റ്റഡി യൂണിവേഴ്സൽ ആൻഡ് ഡൈനാസ്റ്റിക് ഹിസ്റ്ററി, അതിനായിട്ട് നമ്മൾ അബുൽ ഫസലിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. പിന്നെ വരുന്ന ടോപ്പിക് ഇൻഷാ നവാസി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ലെറ്റർ ഡ്രാഫ്റ്റിംഗിന്റെ ഒരു ആർട്ട് ഓഫ് ലെറ്റർ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഇൻഷാ നവാസി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രാഫ്റ്റുകൾ നമ്മൾക്ക് ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആയിട്ട്, ലെറ്റേഴ്സ് ഒക്കെ ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും മുഗൾസിനെ കുറിച്ച് പഠിക്കാൻ. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഈ ഒരു ടോപ്പിക്. പിന്നെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിനെ കുറിച്ചും ആണ് അടുത്ത ടോപ്പിക്. പിന്നെ അക്വലാക് ലിറ്ററേച്ചർ എന്ന് പറയുന്നതാണ് നമുക്ക് മേ ബി ഒരു ന്യൂ ടോപ്പിക് ആണ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് ഒരു ന്യൂ ടോപ്പിക് ആയിരിക്കും. അതിനെക്കുറിച്ചാണ് അടുത്ത ടോപ്പിക്. പിന്നെ ലാസ്റ്റ് ടോപ്പിക് പേർഷ്യൻ ട്രഡീഷൻസ് ട്രാൻസ്ലേഷൻ ഓഫ് ഇൻഡിക് വർക്ക് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുള്ള രചനകൾ ഉണ്ടാവല്ലോ, വർക്കുകൾ, സാൻസ്ക്രിറ്റിലും ഇന്ത്യൻ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള വർക്ക്സിനെ ഏത് രീതിയിലോട്ടാണ്, എങ്ങനെയൊക്കെയാണ് പേർഷ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ വർക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്, മഹാഭാരതമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു, രാമായണം ട്രാൻസ്ലേറ്റ് ചെയ്തു, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ലാസ്റ്റ് ടോപ്പിക്കും. ഓക്കെ, സോ ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ആദ്യത്തെ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അതിനു മുന്നേ നമുക്ക് ഈ ഒരു യൂണിറ്റിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് നോക്കാം. ആദ്യത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ഇൻട്രൊഡ്യൂസ് ഇൻ ഇന്ത്യ. മുഗൾമാരുടെ വരവോടെ അല്ലെങ്കിൽ പേർഷ്യൻ ലാംഗ്വേജിന്റെ കടന്നുവരവോടെ ഇവിടെ ഒരു പുതിയ പൊളിറ്റിക്കൽ കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള അതിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ്. അഫ്കോഴ്സ് ഒരു പുതിയ ലാംഗ്വേജ് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ ലാംഗ്വേജ് എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ, വേറൊരു സൊസൈറ്റിയിൽ ഒരു പുതിയ ലാംഗ്വേജ് എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ ആ ലാംഗ്വേജിന്റെ ഒരു കോയിൻസൈഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ ലാംഗ്വേജിന്റെ മറ്റൊരു സൈഡായിട്ട് ആ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കൾച്ചറും കൂടെ സ്പ്രെഡ് ആവും. ഫോർ എക്സാമ്പിൾ, കൊളോണിയലിസത്തിന് ശേഷം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഗ്ലോബലി എസ്റ്റാബ്ലിഷ് ആയി. അപ്പൊ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഗ്ലോബലി എസ്റ്റാബ്ലിഷ് ആവുന്നതോടൊപ്പം തന്നെ ഒരു ഇംഗ്ലീഷ് കൾച്ചറും ഗ്ലോബലി എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഒരു നമ്മൾ വെസ്റ്റേൺ സ്റ്റൈൽ എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് ലൈഫ് സ്റ്റൈല്, ഡ്രസ്സിങ്ങില്, ക്ലോത്ത്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലൊക്കെ തന്നെ ആ ഒരു ലൈഫ് സ്റ്റൈൽ, അതിന്റെ ആ ഒരു കൾച്ചർ, ആർട്ടിലെ, മൂവീസിലൊക്കെ തന്നെ ആ ഒരു കൾച്ചർ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെയാണ് പേർഷ്യൻ ലാംഗ്വേജിന്റെയും കാര്യം. പേർഷ്യൻ എന്ന് പറയുന്ന ലാംഗ്വേജ് ഇവിടോട്ട് വരുന്നത് ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ് ഓഫ് ദ അങ്ങനെയാണ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് കടന്നു വന്ന, ഇവിടോട്ട് അഡ്വെന്റ് ചെയ്ത് വന്നിട്ടില്ല, ഇങ്ങോട്ട് ഇൻവേഡ് ചെയ്ത് വന്നിട്ടില്ല, ഇങ്ങോട്ട് മീൻസ് ഇന്ത്യയിലോട്ട് ഇൻവേഡ് ചെയ്ത് വന്നിട്ടുള്ള നമ്മുടെ പുതിയ പുതിയ റൂളേഴ്സ് ഉണ്ടാവുമല്ലോ, റൂളിംഗ് ക്ലാസ് ഉണ്ടാവുമല്ലോ, അവരുടെയൊക്കെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന നിലയിലാണ് പേർഷ്യൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ദെൻ ആ പേർഷ്യൻ ലാംഗ്വേജോടൊപ്പം തന്നെ പുതിയൊരു കൾച്ചർ, പുതിയൊരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല, ഓഫ്കോഴ്സ് ഒരു കൾച്ചർ, ഒരു പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചർ, പൊളിറ്റിക്കൽ കൾച്ചർ, ലിറ്ററേച്ചർ കൾച്ചർ, ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി, അതൊക്കെ തന്നെ പേർഷ്യൻ ലാംഗ്വേജിനോടൊപ്പം തന്നെ ഇവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ ഇന്റർഫിയറൻസ് ഓഫ് ദ പേർഷ്യൻ സ്കോളേഴ്സ് വിത്ത് ഇന്ത്യൻ ലിറ്റററി ട്രഡീഷൻ ആൻഡ് ടു നോ ഹൗ ഡിഡ് ദ ഓട്ടോബയോഗ്രഫി ട്രഡീഷൻ ഡെവലപ്പ് ഇൻ ദ പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രാഫി. പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു ഇന്റഗ്രൽ പാർട്ടായിരുന്നു ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. പല ടൈപ്പ് ഓഫ് ഓട്ടോബയോഗ്രഫീസ് ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതായത് ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ആത്മകഥകൾ പോലത്തെ വർക്ക്സ്, അതൊരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ
പേർഷ്യൻ സ്കോളേഴ്സ് ഇന്ത്യൻ ലിറ്റററി ട്രഡീഷനുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്തിട്ടുള്ളത്, ഹൗ ദേ ട്രീറ്റഡ് ഇന്ത്യൻ ലിറ്റററി ട്രഡീഷൻ, അതിനെ കുറിച്ചും കൂടെ നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് നോക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അസസ് ദ പ്രോസസ് ഓഫ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ താരിഖ് ട്രഡീഷൻ വിത്ത് ഇറ്റ്സ് വാരിയന്റ് ഫീച്ചേഴ്സ്. താരിഖ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി എന്നാണ് അർത്ഥം. താരിഖ് ട്രഡീഷൻ എന്ന് പറയുമ്പോൾ ഒരു ന്യൂ കൈൻഡ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിക് ട്രഡീഷൻ ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സുൽത്താനേറ്റ്. അതിന്റെ ഒരു പ്രോസസ് ഓഫ് കണ്ടിന്യൂഷനെ കുറിച്ച്, അതിന്റെ സൈലന്റ് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട്. ആൻഡ് ടു എക്സാമിൻ ദ ചേഞ്ചിങ് എത്തോസ് ഓഫ് ദ പോയറ്റിക് കോമ്പോസിഷൻ ഓഫ് ദ പീരീഡ്. പേർഷ്യൻ ലാംഗ്വേജിന്റെ കടന്നുവരവോടുകൂടി ഇവിടുത്തെ പോയട്രിയിലും ഇവിടുത്തെ ലിറ്ററേച്ചറിലും വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്രൈസ് ദ ഗ്രോത്ത് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഇൻട്രാ ട്രഡീഷനെ കുറിച്ച് നമ്മൾ ഒരു മേജർ ടോപ്പിക് ആയിട്ട് തന്നെ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഐഡന്റിഫൈ ദ ന്യൂ ലിറ്റററി ജേൺസ് ലൈക്ക് സഫർനാമ ആൻഡ് അക്വലാഖ്. അക്വലാഖ് എന്ന് പറയുന്നത് ഒരു പുതിയ ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ആണ്, പുതിയ ടൈപ്പ് ഓഫ് സ്ട്രീം, ഒരു സ്റ്റൈൽ ഓഫ് ലിറ്ററേച്ചർ ആണ് ഈ ടൈമിൽ അക്വലാഖ് ലിറ്ററേച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ പേർഷ്യൻ ടേംസ് ആണ് കേട്ടോ പ്രൊനൗൺസിയേഷനില്. അപ്പോ സംടൈംസ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാം പറയാനായിട്ട്. ഈ അക്വലാഖ് ലിറ്ററേച്ചർ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു പുതിയ സ്റ്റൈൽ ഓഫ് ലിറ്റററി ട്രഡീഷൻ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ മക്താബ് ഗാന എന്ന് പറയുന്നതും അതേപോലെ തന്നെ അണ്ടർലൈൻ ദ ഗ്രോത്ത് ഓഫ് മക്താബ് ഗാന ആൻഡ് ഇറ്റ്സ് ഇന്റർഫിയൻസ് വിത്ത് ദ സാംസ്ക്രിറ്റ് ലിറ്റററി ട്രഡീഷൻ. ദ മക്താബ് ഗാന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അക്ബറിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു ട്രാൻസ്ലേഷൻ വിങ് ആണ്, ഒരു ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് തർജ്ജമ ചെയ്യാൻ, മറ്റ് ഭാഷകളിലെ വർക്കിനെ പേർഷ്യനിലോട്ട് തർജ്ജമ ചെയ്യാനായിട്ട് അക്ബറിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മക്താബ് ഗാന. ഈ മക്താബ് ഗാനയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചും അതേപോലെ തന്നെ അത് എത്രത്തോളം സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ട്, ഇന്റർഫിയർ ചെയ്യാന്ന് മീൻസ് എത്രത്തോളം സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിലെ സാൻസ്ക്രിറ്റ് വർക്ക്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടിയാണ് നമ്മൾ ഇതിനെ നോക്കുന്നത്. പിന്നെ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പേർഷ്യൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓൺ ദ ഈവ് ഓഫ് മുഗൾ അഡ്വന്റ് ഇൻ ഇന്ത്യ. മുഗൾമാർ ഇന്ത്യയിലോട്ട് കടന്നു വരുന്ന ടൈമിൽ അല്ലെങ്കിൽ മുഗൾസ് എസ്റ്റാബ്ലിഷ് ആവുന്ന ആ ഒരു ടൈമിൽ എന്തായിരുന്നു പേർഷ്യൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കണ്ടീഷൻ, ആ ഒരു ടൈമിലുള്ള പേർഷ്യൻ ലാംഗ്വേജിന്റെ ലിറ്ററേച്ചറിനെയാണ് നമ്മളിവിടെ നോക്കുന്നത്. So Persian language was widely used by the Muslim elites in India for over 500 years. 500 വർഷങ്ങൾക്ക് മുന്നേ തന്നെ പേർഷ്യൻ ലാംഗ്വേജ് ഇന്ത്യയിലെ മുസ്ലിം എലൈറ്റ്സിന്റെ ഇടയിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയും സാഹിത്യകാരന്മാരുടെയും വൈറ്റി മൈൻഡഡ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ മൊറാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നല്ലവരായിട്ടുള്ള സന്മനസ്സുള്ള ആളുകൾ എന്നൊക്കെയാണ് അതിനെ പറയേണ്ടത്. നോർമൽ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഇടയിൽ തന്നെ പേർഷ്യൻ ലാംഗ്വേജ് പ്രിവൈൽഡ് ആയിരുന്നു. ദാറ്റ് വാസ് കോമൺ എമംഗ് ദം. സോ പക്ഷെ അത് ഒന്നുകൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആവുന്ന, ഈ ലാംഗ്വേജ് അറിയാം, ഈ ലാംഗ്വേജ് ഒന്നുകൂടെ എസ്റ്റാബ്ലിഷ് ആവുന്ന രീതിയെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. ദ ഗസ്നാവിത്ത് ഇൻവേഷൻ ഇൻ ദ 11th century മാർക്ക്ഡ് ദ എക്സ്പാൻഷൻ ഓഫ് ദ പേർഷ്യനേറ്റ് കൾച്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു പേർഷ്യനേറ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ കൾച്ചർ, അത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വ്യാപിക്കുന്നത്, അത് ഒന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നത് 11th centuryയിലാണ്. അതിനുള്ള കാരണം ഗസ്നാവിദ് ഇൻവേഷൻ ആണ്. ഗസ്നാവിദ് എന്ന് പറയുന്നത് ഒരു ഇറാനിയൻ ഒരു വെസ്റ്റ് ഏഷ്യൻ ഡൈനാസ്റ്റി ആണ്. അവര് ഇങ്ങോട്ട് കടന്ന് ഇവിടെ ആക്രമിച്ച് അവരിവിടെ എസ്റ്റാബ്ലിഷ് ആവുന്ന, അവരിവിടെ റൂളിംഗ് തുടങ്ങുന്ന ടൈമിലാണ് ഇന്ത്യയിലോട്ട് പേർഷ്യൻ കൾച്ചർ എസ്റ്റാബ്ലിഷ് ആവുന്നത്. സോ ദിസ് പേർഷ്യൻ കൾച്ചർ വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ മിക്സഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് പ്രീ ഇസ്ലാമിക് ഇറാൻ ആൻഡ് അറബ് മുസ്ലിം. ഇന്ത്യയിൽ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടില്ല, ഇന്ത്യയിൽ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യപ്പെട്ടുള്ള പേർഷ്യൻ കൾച്ചറിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതൊരു മിക്സഡ് കൾച്ചറൽ ഹെറിറ്റേജ് ആണ് കീപ്പ് ചെയ്തത്. സോ ഇറ്റ് കെപ്റ്റ് എ മിക്സഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് പ്രീ ഇസ്ലാമിക് ഇറാൻ ആൻഡ് അറബ് മുസ്ലിംസ്. ഇതിന്റെ രണ്ടിന്റെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ ആയിരുന്നു പേർഷ്യൻ കൾച്ചർ, ഇന്ത്യയിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള പേർഷ്യൻ കൾച്ചർ എന്ന് പറയുന്നത്. പേർഷ്യൻ വാസ് പാട്രണൈസ്ഡ് ബൈ ദ സമാനിഡ്സ് as the medium of literary expression and official bureaucracy and ancient Iranian traditions. Ancient Iranian traditions were coupled along with the idea of Arab Islamic world. So ഈ ഒരു കാലഘട്ടത്തില് പേർഷ്യൻ ലാംഗ്വേജ് നമ്മൾ പറയുന്ന ഈ ആദ്യകാല മീൻസ് ആൻഷ്യൻ പീരീഡിൽ പേർഷ്യൻ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്നു സമാനിദ്
എന്ന് പറയുന്ന ഒരു റൂളിംഗ് ഗ്രൂപ്പിന്റെ ഇടയിലാണ്. അവര് ഈ ഒരു ലാംഗ്വേജിനെ അവരുടെ മീഡിയം ഓഫ് ലിറ്റററി എക്സ്പ്രഷൻ ആയിട്ടും ഒഫീഷ്യൽ ബ്യൂറോക്രാറ്റിക് ലാംഗ്വേജ് ആയിട്ടും ഒക്കെ അവർ യൂസ് ചെയ്തിരുന്നു. ആൻഷ്യൻ ഇറാനിയൻ ട്രഡീഷൻസ് വർ കമ്പൈൽഡ് അലോങ് വിത്ത് ദ ഐഡിയാസ് ഓഫ് അറബ് ഇസ്ലാമിക് വേൾഡ്. അപ്പൊ ഈ ഒരു സമാനിക് ഡൈനാസ്റ്റിയിലെ കുറെ ആൻഷ്യൻ ഇറാനിയൻ ട്രഡീഷൻസ് ഒക്കെ എഴുതപ്പെട്ടിരുന്നു, വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ തന്നെ ഇസ്ലാമിക് വേൾഡിന്റെ അറബ് ഇസ്ലാമിക് വേൾഡിന്റെ ഐഡിയാസ്, അതായത് ഇസ്ലാമിക് റിലീജിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അറേബ്യൻ കൺട്രോളിലുള്ള അല്ലെങ്കിൽ അറേബ്യൻ ഡൈനാസ്റ്റീസിന്റെ കൺട്രോളിലുള്ള ഒരു വേൾഡ് എന്നുള്ള ഒരു ഐഡിയ അവർ സ്പ്രെഡ് ചെയ്തിരുന്നു. സ്പ്രെഡ് ചെയ്യാൻ മീൻസ് അവരത് കൺവേ ചെയ്തിരുന്നു. ഇനി പേർഷ്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് നമുക്ക് നോക്കാം. പേർഷ്യൻ ആസ് എ ലാംഗ്വേജ് ടു എമർജ് പേർഷ്യൻ ലാംഗ്വേജ് as a branch of literature or as a part of literature, it emerged as a powerful medium of connecting diverse ethnic groups, court literary artists, scribes, Sufis and merchants during those centuries. ഈ കാലഘട്ടങ്ങളിൽ പേർഷ്യൻ ലാംഗ്വേജ് ഒരു പവർഫുൾ ആയിട്ടുള്ള കണക്ടിങ് മീഡിയം ആയിട്ട് എമർജ് ചെയ്ത് വരികയാണ്. ഇറ്റ് എമർജ്ഡ് ആസ് എ പവർഫുൾ മീഡിയം ഓഫ് കണക്ടിങ് ഡൈവേഴ്സ് എത്നിക് ഗ്രൂപ്പ്സ്. ഡിഫറെന്റ് ആയിട്ടുള്ള എത്നിക് ഗ്രൂപ്പ്സുകളെ, കോർട്ടിനെ, സാഹിത്യകാരന്മാരെ, ആർട്ടിസ്റ്റുകളെ, സ്ക്രൈബ്സ്, അതായത് മൊഴിമാറ്റം ചെയ്യുന്നവരെ, സൂഫീസിനെ, മെർച്ചൻസിനെ, ഡിഫറെന്റ് സ്ട്രാറ്റോ ഓഫ് സൊസൈറ്റീനെ ലിങ്ക് ചെയ്യുന്ന ഒരു മീഡിയമായിട്ട്, ഒരു മീഡിയം ഓഫ് ലാംഗ്വേജ് ആയിട്ട് പേർഷ്യൻ ലിറ്ററേച്ചർ എമർജ് ചെയ്ത് വരികയാണ്. ഇന്നിപ്പോ നമ്മൾ ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഇംഗ്ലീഷ് അറിയുന്നവരുണ്ടാവും. സോ ദാറ്റ് ഈസ് ഈസി ടു കമ്മ്യൂണിക്കേറ്റ്. മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്ലോബൽ മീഡിയം ആയിട്ട് ഇംഗ്ലീഷ് മാറിയിട്ടുള്ള പോലെ തന്നെ പേർഷ്യൻ അങ്ങനത്തെ ഒരു റോള് വെസ്റ്റ് ഏഷ്യയിൽ കിട്ടി. The Persian literature, East Asian, West Asian, Asia. The Persian literature produced through the court of the Ghaznavid Sultan had a significant influence on later generations of Persian scholars in India. Ghaznavid Sultanസിന്റെ ടൈമില് അവിടുത്തെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന പേർഷ്യൻ ലിറ്ററേച്ചറിൽ, പേർഷ്യൻ സാഹിത്യങ്ങൾക്ക് പേർഷ്യൻ അതിനുശേഷം വന്നിട്ടുള്ള പേർഷ്യൻ സ്കോളേഴ്സിന്റെ, ഇന്ത്യയിൽ വന്നിട്ടുള്ള പേർഷ്യൻ സ്കോളേഴ്സിന്റെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ദേ ലിറ്ററലി ഫോളോഡ് ദ ഗസ്നാവിദ് പേർഷ്യൻ ലിറ്ററേച്ചർ ട്രഡീഷൻ. ഗസ്നാവിദ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പേർഷ്യൻ ലിറ്ററേച്ചറിന് ഇന്ത്യയിലുള്ള പേർഷ്യൻ സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാർ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഷാനാമ. അത് എഴുതിയിട്ടുള്ളത് ഫിർദൗസിയാണ്. ഷാനാമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബുക്ക് ഓഫ് കിങ്സ്. ഇതൊരു പാനിയോജറിക് വർക്കാണ്. പാനിയോജറിക് എന്ന് പറഞ്ഞാൽ ഡൈനാസ്റ്റിക് ഹിസ്റ്ററി എന്ന് പറയാം. അതല്ലെങ്കിൽ രാജാക്കന്മാരെയും റൂളേഴ്സിനെയും പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുന്ന വർക്കാണ്. അതിന്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് ലയറിക്കൽ വേഴ്സസ് ആയിട്ടാണ്, അതായത് സെമി പോയറ്റിക് ആയിട്ടാണ്. അതേപോലെ തന്നെ താരിഖി ബൈഹാഗി എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇനി പ്രീ ഇസ്ലാമിക് ആൻഡ് ഇസ്ലാമിക് പേർഷ്യൻ ഹിസ്റ്ററി. പ്രീ ഇസ്ലാമിക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് മുന്നേ, ആൻഡ് ഇസ്ലാമിക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ശേഷമുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിക് വേൾഡിന്റെ എസ്റ്റാബ്ലിഷിങ്ങിന് ശേഷമുള്ള പേർഷ്യൻ ഹിസ്റ്ററിനെ കുറിച്ച്, അതിന് മുന്നേ ഉള്ള പേർഷ്യൻ ഹിസ്റ്ററിനെ കുറിച്ചുമാണ് നമ്മൾ നോക്കുന്നത്. ഇൻഡോ പേർഷ്യൻ ഹിസ്റ്ററി റൈറ്റിംഗ് ഇൻ 13th and 14th centuries combined pre-Islamic and Islamic history to promote Islamic religion. ഇതിന്റെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്, ഈ പേർഷ്യൻ ഹിസ്റ്ററിയോഗ്രാഫിയിലെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു സപ്പോർട്ട് ദ ഗ്രോത്ത് ഓഫ് ഇസ്ലാമിക് റിലീജിയൻ ഓർ support to aid the spreading or to aid the establishing of Islamic religion. ഇസ്ലാമിക് റിലീജിയന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതിനെയായിരുന്നു ഇതിന്റെ ഇൻഡയറക്റ്റ് ആയതോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയതോ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. എയിം അല്ലെങ്കിൽ ഒരു മോട്ടീവ്. അപ്പോ അതിനൊരു അവിടെ ഷാർജ ഐ അൻസാബ് ആൻഡ് തബ്ഖാത്ത് ഐ നസീരി എന്ന് പറയുന്ന രണ്ട് വർക്കിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഐഡിയാസ് കൺവേ ചെയ്യുന്ന വർക്ക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ ഐഡിയാസ് ഓഫ് അബ്സല്യൂട്ട് കിങ്ഷിപ്പ് and justice drawn from Persian kings were combined with the imagery of Ghazi Sultan to equalize elogies Muslim political patrons while emphasizing universal and cross-cultural elements in the narrative strategies of history writing in Persian India. ഇവര് ആബ്സല്യൂട്ട് കിങ്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ഐഡിയ കൺവേ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതായത് കിങ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് അതോറിറ്റിയാണ്. കിങ് എന്ന് പറഞ്ഞാൽ സുൽത്താൻ ഓർ സൽത്താൻ എന്നാണ് അവരതിനെ ടേം ചെയ്യുന്നത്. സോ ഹിസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി. അതേപോലെ തന്നെ കിങ്ങിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറെ മുസ്ലിം പൊളിറ്റിക്കൽ പാട്രോൺസ് ഉണ്ടാവും. അവർക്ക് കുറച്ചുകൂടെ റോള് കൊടുക്കുന്ന രീതിയിലുള്ള റൈറ്റിംഗ്സ് ഒക്കെയാണ് ഇവര് എഴുതിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവര് ഡയറക്ട്ലി ഓർ പേർഷ്യൻ ഹിസ്റ്ററി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇസ്ലാമിക് റിലീജിയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അടുത്തത് റൂട്ട്സ് ഓഫ് പേർഷ്യൻ കൾച്ചർ. എങ്ങനെയാണ് പേർഷ്യൻ കൾച്ചർ ഇവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആവുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. The roots of Persian culture in India were established by the Ghurids, who captured several Indian territories, including Lahore, Delhi, and Bengal. ബംഗാളും ലാഹോറും ഡൽഹിയും ഒക്കെ പിടിച്ചെടുത്ത ഗുറിഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരുടെ കടന്നു വരവോട് കൂടിയാണ് ഇന്ത്യൻ ടെറിട്ടറീസിലെ പേർഷ്യൻ കൾച്ചർ ഒന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നത്. In the Delhi Sultanate period, various forms of literature were produced, including genealogies, historiographies, biographies, and poetic compositions in diverse forms. The literary patronage also included narratives of history. പിന്നെ ഡൽഹി സുൽത്താനേറ്റ് പീരീഡ് ആയപ്പോഴേക്കും പേർഷ്യൻ ലാംഗ്വേജിലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജീനിയോളജീസ്, പാനിയോജലിക് ഹിസ്റ്ററി, ഹിസ്റ്റോറിയോഗ്രാഫീസ്, ബയോഗ്രാഫീസ്, ഓട്ടോബയോഗ്രാഫീസ്. നമുക്കറിയാം നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഒക്കെ ഒരു ബയോഗ്രാഫിയിലെ താരിഖി ഫിറോസ് ഷാഹി, ഓട്ടോബയോഗ്രഫി അല്ല, ബയോഗ്രഫിക്കൽ വർക്ക്സ്, അതേപോലെ തന്നെ ഹിസ്റ്റോറിയോഗ്രഫിക്കൽ വർക്ക്സ്, പോയറ്റിക് കോമ്പോസിഷൻസ്, അങ്ങനെ കുറെ വർക്ക്സ് പേർഷ്യൻ ലാംഗ്വേജിൽ തന്നെ എഴുതപ്പെടാൻ തുടങ്ങുകയാണ്. ഇങ്ങനെയുള്ളതില് രാജാക്കന്മാരെ പ്രകീർത്തിക്കുന്ന, രാജാക്കന്മാരെന്നല്ല സുൽത്താൻസിനെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന, അവരെ എക്സ്ട്രാ ഗ്ലോറിഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് വർക്ക്സുകളും ഉണ്ടായിരുന്നു. ഇനി അതിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് വർക്ക്സ് ഒന്ന് അബു റൈഹാൻ ബറൂണീസ് കിതാബ് അൽ ഹിന്ദ് ആണ്. അത് ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ നോർത്ത് ഇന്ത്യൻ ബ്രാഹ്മണിക്കൽ കൾച്ചർ ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി. അബു റൈഹാൻ ബിറൂണി എന്ന് പറയുന്ന റൈറ്ററിന്റെ കിതാബ് അൽ ഹിന്ദ്, കിതാബ് എന്ന് പറഞ്ഞ ബുക്ക് ഹിന്ദുക്കളെ കുറിച്ചുള്ള പുസ്തകം അല്ലെങ്കിൽ ഹിന്ദിനെ കുറിച്ചുള്ള പുസ്തകമാണ്. ഹിന്ദ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കൾച്ചറിനെ ആയിരിക്കാം, നോട്ട് എ പെർട്ടിക്കുലർ റിലീജിയൻ. എനിവേ, അപ്പൊ ഒരു ബ്രാഹ്മണിക്കൽ കൾച്ചറിനെ കുറിച്ചും അത് പിന്നെ അവിടുത്തെ നാച്ചുറൽ ഹിസ്റ്ററിനെ കുറിച്ചും, നോർത്ത് ഇന്ത്യയിലെ നാച്ചുറൽ ഹിസ്റ്ററിനെ കുറിച്ചിട്ടുമാണ് അബു റൈഹാൻ ബൈറൂണിയുടെ കിതാബ് അൽ ഹിന്ദ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഒരു വർക്ക് എന്ന് പറയുന്നത് മൗസുദ് സാദ് ഇ സൽമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വർക്കാണ്. ആള് സാൻസ്ക്രിറ്റ് ജേർണലിലുള്ള ബ്രഹ്മസ്വ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് കൺസെപ്റ്റുകളൊക്കെ തന്നെ പേർഷ്യനിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതേപോലെ തന്നെ ഷാനാമ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫിർദോസിയുടെ ഷാനാമ, അതേപോലെ തന്നെ താരിഖി ബൈക്കി എന്ന് പറയുന്ന ഒരു വർക്കും കൂടെ ഉണ്ട്. പിന്നെ കഷഫ് അൽ മഹ്ജൂബ് എന്ന് പറയുന്ന ഒരു വർക്കാണ്. ഇത് ഷെയ്ഖ് അലി ബിൻ ഉസ്മാൻ ആണ്. ഉസ്മാൻ ഹുജ്വാരി ജുലാബി എന്ന് പറയുന്ന ജുലാബി എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയിട്ടുള്ളത്. സി ദ പ്രൊണൗൺസിയേഷൻ ഓഫ് ദോസ് നെയിംസ് മേ ബി ഡിഫിക്കൾട്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വഴി ഇതൊരു ലെക്ചർ നോട്ട് എഴുതിയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മീൻസ് പഠിക്കുന്ന ടൈമിൽ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ അതിന്റെ ഒരു ലെക്ചർ നോട്ട് എഴുതി വെക്കുക. അതിന്റെ ഒരു പോയിന്റ് നോട്ട് എഴുതി വെക്കുമ്പോൾ മാത്രമാണ് ഈ നെയിംസ് അറ്റ്ലീസ്റ്റ് സ്പെല്ലിംഗ് എങ്കിലും കറക്റ്റ് ആവുള്ളൂ. കാരണം മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും ഈ പ്രൊണൗൺസിയേഷൻസ് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പേരുകൾ ഓർത്തിരിക്കലും ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്ക് ഒക്കെ തന്നെ ഈ സമയത്ത് പേർഷ്യൻ ലാംഗ്വേജിൽ എഴുതപ്പെട്ടിട്ടുള്ള വർക്കായിരുന്നു. ദീസ് വർക്ക്സ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് സ്റ്റഡി മെനി സോഷ്യൽ, ഇന്റലക്ച്വൽ, പൊളിറ്റിക്കൽ, റിലീജിയസ് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട് ഓഫ് ദ ഏർലി സ്റ്റേജസ് ഓഫ് സുൽത്താനേറ്റ് ഫോർമേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സുൽത്താനേറ്റ് ഫോർമേഷന്റെ, അതായത് സുൽത്താനേറ്റ് ഡൈനാസ്റ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ, മുഗൾ ഡൈനാസ്റ്റി അല്ല സുൽത്താനേറ്റ് ഡൈനാസ്റ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഏർലി സ്റ്റേജസ്, ആദ്യ കാലഘട്ടങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മളെ ഈ പറഞ്ഞ വർക്കുകളൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനി സിയാവുദ്ദീൻ ബറാനിയെ കുറിച്ചിട്ടാണ്. ഒരു ഏർലി ഒരു ഏൻഷ്യൻ മോസ്റ്റ് ഫേമസ് പേർഷ്യൻ ഹിസ്റ്റോറിയൻ ആണ് സിയാവുദ്ദീൻ ബറാനി. He was a historian in Perso-Islamic tradition. He believed that history should be written with a didactic purpose to teach moral lessons based on Sunni Islam. Sunni Islam's മോറൽ ലെസൺസ് സ്പ്രെഡ് ചെയ്യാൻ ആയിട്ട് ഹിസ്റ്ററി ഒരു ടൂളായിട്ട് അങ്ങനെ ആ ഒരു പേർപ്പസിന് വേണ്ടി ഹിസ്റ്ററി എഴുതാം എന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുള്ള, അങ്ങനെ വിശ്വസിച്ചിട്ടുള്ള ഒരാളായിരുന്നു സിയാവുദ്ദീൻ ബറാനി. അഫ്കോഴ്സ് ആ കാലഘട്ടത്തിലുള്ള ഹിസ്റ്റോറിയോഗ്രാഫിക്ക് റിലീജിയസ് ആസ്പെക്ട്സും റിലീജിയസ് ബയസും ഒക്കെ ഉണ്ടാവും. ദാറ്റ് വാസ് കോമൺ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അതുകൊണ്ട് തന്നെ വെൻ വി ആർ സ്റ്റഡിങ് മിഡീവൽ ഇന്ത്യ ഓർ ആൻഷ്യൻ ഇന്ത്യ, നമുക്കത് എക്സാഗ്രേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്, റിലീജിയസ് ബയസ് ഉണ്ട്, അതായത് ഒരു റിലീജിയനോട് കൂടുതൽ പാർഷ്വാലിറ്റി, കൂടുതൽ അടുപ്പം, കൂടുതൽ കമ്മിറ്റ്മെന്റ് കാട്ടുന്നുണ്ട് എന്നൊക്കെ നമുക്കത് മനസ്സിലാക്കേണ്ടതാണ്. സോ അദ്ദേഹത്തിന്റെ മേജർ വർക്ക് എന്ന് പറയുന്നത് ഒന്ന് താരിഖി ഫിറോസ് ഷാഹി, ഒന്ന് ഫത്വ ജഹീന്ദാരി ആണ്.
Barani Tariq-i-Firoz Shahi is a significant historical source of Delhi Sultanate, especially regarding the reigns of Muhammad bin Tughlaq and Firoz Shah Tughlaq. നമുക്കറിയാം മുഹമ്മദ് ബിൻ തുഗ്ലക് ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന സുൽത്താനേറ്റ് റൂളറാണത് അദ്ദേഹം. അപ്പോ മുഹമ്മദ് ബിൻ തുഗ്ലക് കുറച്ചുകൂടെ എന്താ പറയാ ഭയങ്കര കാര്യങ്ങളുണ്ട് ആളെ കുറിച്ച് പറയാം. ആള് നടപ്പിലാക്കിയ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ തന്നെ ഫ്ലോപ്പായി. എന്നിട്ട് വീണ്ടും ഇപ്പൊ നമുക്കറിയാം കോയിൻ റിഫോംസ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും, ഈവൻ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ആ ഒരു കാര്യങ്ങൾ. അപ്പൊ ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചും അതേപോലെ തന്നെ ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ചും അവരുടെ ഭരണ കാലഘട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ബറാണിയുടെ താരിഖ്-ഇ-ഫിറോസ് ഷാഹി എന്ന് പറയുന്ന ബുക്കില് മെയിൻ ആയിട്ടും ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഹിസ് വർക്ക് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ വ്യൂസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള രാഷ്ട്രീയ വീക്ഷണങ്ങളും മതപരമായിട്ടുള്ള ചായവും ഇതിൽ നമുക്ക് വീക്ഷിക്കാൻ കഴിയും, നമുക്ക് കാണാൻ പറ്റും. ഓഫർ ഷോയിങ് എ ബയസ് ടുവേർഡ്സ് ഇസ്ലാമിക് റൂളേഴ്സ് വൈൽ ക്രിട്ടിക്കിംഗ് അതേഴ്സ്. മറ്റു റൂളേഴ്സിനെ ക്രിട്ടിക് ചെയ്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ഇസ്ലാമിക് റൂളേഴ്സിനോട് കുറച്ചുകൂടി കമ്മിറ്റ്മെന്റ് കാട്ടുന്ന ഒരു പ്രവണത ഇവിടെ ഇദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ കാണാൻ പറ്റും. So he actually supported Sunni Islam tradition of tradition. അതുകൊണ്ട് തന്നെ ആ ഒരു ആസ്പെക്ട്, ആ ഒരു ആളുടെ ആ ഒരു സപ്പോർട്ട്, ആ ഒരു കാര്യം നമ്മുടെ ഈ ഒരു അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിലും റിഫ്ലക്റ്റിംഗ് ആണ്. അദ്ദേഹം ഒരു പാർഷ്വാലിറ്റി കാട്ടിയിരുന്നു എന്നുള്ളത്. പിന്നെ ഫത്വ ജഹീന്ദാരി എന്ന് പറയുന്നതാണ് അടുത്ത വർക്ക്. ഇതൊരു ഫിലോസഫിക്കൽ വർക്കാണ്. ഇറ്റ് ഡിസ്കസ് അബൌട്ട് ദ ഇസ്ലാമിക് അഡ്മിനിസ്ട്രേറ്റീവ് ഫിലോസഫി. So focusing on the principles of governance from an Islamic perspective. അതായത് ഗവൺമെന്റിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ട് ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവില് അദ്ദേഹം അനലൈസ് ചെയ്യുന്ന, അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫിലോസഫിക്കൽ വർക്കാണ് ഫത്വ ജഹീന്ദാരി. He emphasized the role of Sultan as an enforcer of Islamic law. So അദ്ദേഹം സുൽത്താനെ കാണുന്നത് ഇസ്ലാമിക് ലോസ് എൻഫോഴ്സ് ചെയ്യുന്ന, നടപ്പിലാക്കേണ്ട ഒരാളായിട്ടാണ്. സോ ആൻഡ് ഹി അഡ്വക്കേറ്റ് എ സ്റ്റേറ്റ് വേർ റൂളേഴ്സ് സ്ട്രിക്ട്ലി ഫോളോ റിലീജിയസ് പ്രിൻസിപ്പിൾസ്. രാജ്യത്തിനെ ഭരിക്കുന്ന ആളുകൾ, അതായത് സുൽത്താൻ അല്ലെങ്കിൽ റൂളേഴ്സ് മതപരമായിട്ടുള്ള പ്രിൻസിപ്പിൾസും മതപരമായ തത്വങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്, ഒരു സ്ഥലമാണ്, ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തത്. ബറാനി ബിലീവ്ഡ് ഇൻ ദ സുപ്പീരിയോറിറ്റി ഓഫ് മുസ്ലിം അവർ നോൺ മുസ്ലിം. ഇതാണ് ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ. നോൺ മുസ്ലിംസിന്റെ ഇടയിൽ, അതായത് ഇസ്ലാമിക് റൂളർ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ, അതായത് സുൽത്താൻസ് ഭരിക്കുമ്പോൾ അവിടുത്തെ മുസ്ലിംസിന് സുപ്പീരിയോറിറ്റി കിട്ടണം. സുപ്പീരിയോറിറ്റി പറഞ്ഞാൽ അവർക്ക് കൂടുതൽ പരിഗണന കിട്ടണം. അഫ്കോഴ്സ് അവിടെ മറ്റുള്ളവരുണ്ടാവല്ലോ, നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ, ദേ വിൽ ബി അവർക്ക് സുപ്പീരിയോറിറ്റി കിട്ടരുത്, അവർക്ക് മുകളിൽ മുസ്ലിംസിന് സുപ്പീരിയോറിറ്റി കിട്ടണം എന്നുള്ള ഒരു ബിലീഫ് അദ്ദേഹത്തിന്റെ വർക്കിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അത് ആ ഒരു ടൈമിൽ വി കാൺ ബ്ലെയിം ഹിം, അതായത് അയാളെ കുറ്റപ്പെടുത്താൻ പാടില്ല, ബിക്കോസ് കുറ്റപ്പെടുത്താൻ പറ്റില്ല, ബിക്കോസ് അത് ആ ടൈമിലത്തെ ഒരു പ്രിവലന്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അത്തരത്തിലുള്ള എക്സാഗ്രേഷൻസും ബയസും ഒക്കെ ദാറ്റ്സ് കോമൺ. സോ അങ്ങനെ ഒരു വ്യൂ അതിലുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ പേഴ്സൺ അമീർ ഖുഷ്രു ആണ്. അമീർ ഖുഷ്രു എന്ന് പറയുന്നത് നമുക്കറിയാം, ഹി ഈസ് ഓൾസോ നോൺ ആസ് തുതി-ഇ-ഹിന്ദ്. തുതി-ഇ-ഹിന്ദ് എന്ന് പറയുമ്പോൾ പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അതായത് ഇന്ത്യയുടെ തത്താണൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്. സോ ഇന്ത്യൻ ബോൺ ടർക്കാണ് അദ്ദേഹം. അതായത് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഒരു ടർക്കി പേഴ്സൺ ആണ് അദ്ദേഹം. ഹി വാസ് ആൻ ഇന്നോവേറ്റർ, ഒരു ഇന്നോവേറ്റർ ആയിട്ടുള്ള ഒരാളായിരുന്നു. ആൻഡ് ഹി ഈസ് ഫേമസ് ഫോർ പേർഷ്യൻ ലിറ്റററി ആൻഡ് മ്യൂസിക് ട്രഡീഷൻസ് ഇൻ ഇന്ത്യ. സോ അമീർ ഖുഷ്രു ഈസ് അസോസിയേറ്റഡ് വിത്ത് പേർഷ്യൻ ലിറ്റററി ആൻഡ് മ്യൂസിക്കൽ ട്രഡീഷൻസ് ഇൻ ഇന്ത്യ. അദ്ദേഹം ഒരു മ്യൂസീഷ്യനും കൂടെ ആയിരുന്നു. ഹി എക്സ്പെരിമെന്റഡ് വിത്ത് ലിറ്റററി സ്റ്റൈൽസ്, നരേറ്റീവ് ഇവന്റ്സ് ആൻഡ് എപ്പിസ്റ്റോളോഗ്രാഫി. And his works deals with the court life, Sufi devotionalism and the historical evolution of Perso-Islamic culture. അദ്ദേഹം എന്തൊക്കെയായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ വർക്ക്സ് കോർട്ട് ലൈഫിനെ കുറിച്ച്, രാജകീയമായിട്ടുള്ള, അതായത് ആ റോയൽ ലൈഫിനെ കുറിച്ചിട്ട്, അവിടുത്തെ സൂഫി ഡിവോഷണലിസം, അതായത് സൂഫി ഭക്തി പാരമ്പര്യത്തെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ എവല്യൂഷനെ കുറിച്ചിട്ടും, ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് പേർഷ്യോ ഇസ്ലാമിക് കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ അമീർ ഖുഷ്രുവിന്റെ വർക്ക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി
ഇനി നമ്മൾ നോക്കുന്നത് അമീർ ഖുഷ്രോനെ കുറിച്ചിട്ട് നമ്മൾ ചെറിയൊരു ഡിസ്ക്രിപ്ഷനേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് വേറൊരു പോർഷൻ വരുന്നുണ്ട്. പേർഷ്യൻസ് തിമൂറിന്റെ കാലഘട്ടത്തിൽ തിമൂർ കടന്നു വരുന്ന സമയത്ത് പേർഷ്യൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. തിമൂർ ഒരു റൂളറാണ്. തിമൂർസ് ഇൻവെൻഷൻ ലെഡ് ടു ദ സാക്ക് ഓഫ് ഡൽഹി ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ് വിച്ച് ഹാഡ് യൂസ്ഡ് പേർഷ്യൻ ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കൾച്ചറൽ ലാംഗ്വേജ്. തിമൂറിന്റെ കടന്നു വരവോടുകൂടി ഡൽഹിയുടെയും അതേപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിന്റെ ഒരു ടെമ്പററി ഡിസ്ട്രക്ഷൻ ഉണ്ടാവുകയാണ്. അവിടെയൊക്കെ തന്നെ പേർഷ്യൻ ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കൾച്ചറൽ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദ ഇൻവെൻഷൻ റിസൾട്ടഡ് in widespread devastation with the Delhi and cultural and political centers of North India suffering considerable damage. തിമൂർ ഇൻവെൻഷനോട് ശേഷം, തിമൂറിന്റെ ആക്രമണത്തിന് ശേഷം ഡൽഹിയിലും ആ സമീപ പ്രദേശം നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ കൾച്ചറലും പൊളിറ്റിക്കലുമായിട്ടുള്ള ഒരു ഡിവാസ്റ്റേഷൻ നടക്കുകയാണ്. അപ്പോ അവിടെ കുറെ ഡാമേജുകൾ ഉണ്ടാവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എക്കോണമിയും പൊളിറ്റിക്സും ഒരു അനാർക്കി വരുവാണ്. എക്കോണമിക്കലി എല്ലാ കാരണങ്ങൾ കൊണ്ടും ഒരു അൺസേഫ് ആയ സിറ്റുവേഷൻ വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ കുറെ പേർഷ്യൻ വാറും ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറെ പേർഷ്യൻ സ്കോളേഴ്സും ആർട്ടിസാൻസും നോബിൾസും പേർഷ്യൻ ലാംഗ്വേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ എമിനന്റ് പേഴ്സണാലിറ്റി അവരൊക്കെ കൊല്ലപ്പെടുവാണ്. അവര് നാട് വിടുവാണ്. കമ്പൾട്ട് ഇവാക്യുവേറ്റ്, അതായത് അവിടെ സേഫ് അല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. സോ അവർ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് പോവുകയാണ്. സോ ഇതൊക്കെ കാരണം ഇവിടെ ഒരു ടെമ്പററി ഡിക്ലൈൻ ആണ് ഉണ്ടായിട്ടുള്ളത്. പേർഷ്യൻ മുഗൾ മീൻസ് തിമൂറിന്റെ ആക്രമണത്തിന് ശേഷം ടെമ്പററി ആയിട്ട്, താൽക്കാലികമായിട്ട് പേർഷ്യൻ ലാംഗ്വേജ് കുറച്ച് കാലത്തോട്ട് ഡിക്ലൈൻ ആയി, തകർന്നിട്ടുണ്ടായിരുന്നു. അതായത് പേർഷ്യൻ ലാംഗ്വേജും കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് ചില ഭാഗങ്ങളിൽ ഇല്ലാതായി എന്ന് പറയുന്നുണ്ട്. അത് ഹിസ്റ്റോറിക്കൽ ഫൈൻഡിങ് ആണ്. ആ ഒരു ലാംഗ്വേജിന് ഒരു ചെറിയ സെറ്റ് ബാക്ക് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇനി തിമൂറിന്റെ ഇൻവെൻഷന് മുന്നേ, തിമൂർ കടന്നു വരുന്നതിന് മുമ്പ് എന്തായിരുന്നു പേർഷ്യൻ ലാംഗ്വേജിന്റെ സിറ്റുവേഷൻ നമ്മൾ നോക്കണ്ടേ. പേർഷ്യൻ ഹാഡ് ബീൻ ഡോമിനന്റ് ലാംഗ്വേജ് ഇൻ ഇന്ത്യ സിൻസ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ഇൻ ദ 13th സെഞ്ചുറി. 13th സെഞ്ചുറിയിലെ 13ാം നൂറ്റാണ്ടിലെ ഡൽഹി സുൽത്താനേറ്റ് എസ്റ്റാബ്ലിഷ് ആവുന്ന ടൈം മുതൽ, അതായത് സ്ലേവ് ഡൈനാസ്റ്റിയാണ് ഫസ്റ്റ് സുൽത്താനേറ്റ് ഡൈനാസ്റ്റി എന്ന് അറിയാലോ. സ്ലേവ് മാമൂലക് ഡൈനാസ്റ്റി എന്നൊക്കെ പറയും. കുത്തബുദ്ദീൻ ഐബക്കിന്റെ ഫസ്റ്റ് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ആവുന്നത് മുതലൊക്കെ ആ ടൈമിന് മുന്നേ തന്നെ, ആ ടൈം മുതൽ, അതായത് 13ാം നൂറ്റാണ്ട് മുതൽ പേർഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു ഡോമിനന്റ് ലാംഗ്വേജ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ലാംഗ്വേജിന്റെ കോർട്ട് ലാംഗ്വേജ് ആയിട്ടാണ്, ഡൽഹി സുൽത്താനേറ്റിന്റെ കോർട്ട് ലാംഗ്വേജ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാവ് ഇൻഫ്ലുവൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ, ലിറ്ററേച്ചർ, പോയട്രി ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ്. Persian culture flourished in the courts of rulers like Khaljis and Tughlaqs. Galji or Gilji, whatever it is, right? Galji എന്നും പറയാറുണ്ട്, ഗിൽജി എന്നും പറയാറുണ്ട്. മലയാളം ടെക്സ്റ്റുകളിലെ ഗൽജി എന്ന് കാണും, ഇംഗ്ലീഷ് ടെക്സ്റ്റുകളിലെ ഗിൽജി എന്ന് കാണും. സോ എന്തായാലും ഗിൽജി അതല്ലെങ്കിൽ തുഗ്ലക് ഡൈനാസ്റ്റീസിന്റെ ടൈമിൽ പേർഷ്യൻ ലാംഗ്വേജിന് ഒരു എന്താ പറയാ ഭയങ്കര നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അവര്, അതായത് ഗൽജി സുൽത്താൻസും തുഗ്ലക് സുൽത്താൻസും ഒക്കെ തന്നെ പേർഷ്യൻ ലാംഗ്വേജിനെ നല്ല രീതിയിൽ പാട്രണൈസ് ചെയ്തിരുന്നു. പാട്രണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതായത് റോയൽ പാട്രണൈസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ രാജകീയ പ്രോത്സാഹനം കിട്ടിയിരുന്നു. ഇനി അവിടെ ഈ സമയത്ത് കുറെ മൾട്ടി ലിംഗ്വൽ പേർഷ്യൻ ലിംഗ്വൽ, അതായത് ബഹുഭാഷ പേർഷ്യൻ ഡിക്ഷണറീസ് ഒക്കെ എഴുതപ്പെട്ടിരുന്നു. ദ പേർഷ്യൻ ലാംഗ്വേജ് ഇൻ ഇന്ത്യ വാസ് അണ്ടർവെന്റ് എ പ്രോസസ് ഓഫ് ഇൻഡിജനൈസേഷൻ, അതായത് ഇന്ത്യവൽക്കരണം എന്നൊക്കെ പറയും. അതായത് പേർഷ്യൻ ലാംഗ്വേജിനെ ഇന്ത്യീകരിക്കുക, അതായത് ഇന്ത്യൻ ലാംഗ്വേജുകളുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ലിംഗ്വസ്റ്റിക്കുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു ടേമാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻഡിജിനൈസേഷൻ എന്ന് പറയുക. ഇന്ത്യവൽക്കരണം എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നമ്മൾ എന്താ പ്രൈവറ്റലൈസേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ടേം തന്നെയാണ്. ജസ്റ്റ് അതിന് ഈ ലാംഗ്വേജിനെ ഇന്ത്യനൈസ് ചെയ്യുക, അങ്ങനെ ആ ഒരു ടെൻഡൻസി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ പേർഷ്യൻ ലാംഗ്വേജ് കടന്നു പോയിട്ടുണ്ട്. സോ ആ ഒരു ടൈമില് ദ പ്രൊഡക്ഷൻ ഓഫ് മൾട്ടിലിംഗ്വൽ പേർഷ്യൻ ഡിക്ഷണറീസ്, അതിലൂടെ തന്നെയാണ് ആ ഒരു ടൈമിലാണ് അവിടെ കുറെ മൾട്ടിലിംഗ്വൽ ആയിട്ടുള്ള ബഹുഭാഷ പേർഷ്യൻ ഡിക്ഷണറീസ് ഉണ്ടായിട്ടുള്ളത്. ദീസ് ഡിക്ഷണറീസ് വർ യൂസ്ഡ് ഫോർ ലാംഗ്വേജ് ആൻഡ് പോയറ്റിക് എഡ്യൂക്കേഷൻ ആൻഡ് കണ്ടെയ്ൻഡ്, അതായത് ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഹിന്ദി ഡിക്ഷണറി, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പേർഷ്യൻ ഹിന്ദി ഡിക്ഷണറി, പേർഷ്യൻ മറാത്തി ഡിക്ഷണറി, അങ്ങനത്തെ, അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻഡിജിനൈസേഷൻ എന്ന് പറയുന്നത് അതായത് ജസ്റ്റ് അത് കമ്പൈൻ ചെയ്യുക, അതായത് അങ്ങനത്തെ, അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ളതും എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള
ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബൈലിംഗ്വൽ ആയിട്ടുള്ള മൾട്ടിലിംഗ്വൽ ആയിട്ടുള്ള ഡിക്ഷണറീസ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. സോ ദീസ് ഡിക്ഷണറീസ് were used for language and poetic education and contained words from various languages such as Arabic, Turkey, Greek, Latin, Pashto, and Hindavi. They were organized thematically. They were organized thematically or alphabetically with a specific section devoted to words from other languages like Hindavi. Of course, മറ്റ് ഡിക്ഷണറീസ് പോലെ തന്നെ ആൽഫബറ്റിക്കലി തിമാറ്റിക്കലി ഒക്കെ തന്നെയായിരുന്നു അത് അറേഞ്ച് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ മറ്റു ലാംഗ്വേജസിലെ വേർഡ്സും പേർഷ്യൻ ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ അത് ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി പോലത്തെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഡ്യൂറിംഗ് ദ പ്രീ മുഗൾ പീരീഡ് ഇൻ ഇന്ത്യ, പ്രീ മുഗൾ പീരീഡ് എന്ന് പറഞ്ഞാൽ പ്രീ എന്ന് പറഞ്ഞാൽ മുന്നേ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശേഷം, അപ്പൊ മുഗൾസിന് മുന്നേ ഉള്ള പീരീഡ്, അത് 1000 to 1500 ആ ഒരു കാലഘട്ടത്തിൽ എ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് പൊളിറ്റിക്കൽ, എക്കോണമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് led to a variety of literary compositions in different languages, including Sanskrit, Arabic, Persian, Abhabramsha, and the vernacular known as Hindavi or Bhakta. Works in Sanskrit and other vernacular languages include genealogies, biographies, panegyric, devotional literature, and governmental records. So, pre-Mughal period ഒരുപാട് കൾച്ചറൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്, മീൻസ് പ്രീ മുഗൾ പീരീഡിലെ ഒരുപാട് കൾച്ചറൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഈ പേർഷ്യൻ ലാംഗ്വേജിന് ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടു അതിന്റെ ഒരു റിഫ്ലക്റ്റ് ആയിട്ട് അതിന്റെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ എക്കോണമിക് ഫാക്ടേഴ്സ്, ആ ഒരു ഇൻഫ്ലുവൻസ് ലെഡ് ടു എ വെറൈറ്റി ഓഫ് ലിറ്റററി കോമ്പോസിഷൻസ് ഇൻ ഡിഫറെന്റ് ലാംഗ്വേജസ്. ഇന്ത്യയിലുള്ള ഡിഫറെന്റ് ലാംഗ്വേജുകളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ലിറ്റററി കോമ്പോസിഷൻസ്, സാഹിത്യ രചനകൾ ഉണ്ടായിട്ടുണ്ട്. സംസ്കൃതത്തിലും അറബിക്കിലും പേർഷ്യനിലും. അതേപോലെ തന്നെ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ആയിരുന്നില്ല സാൻസ്ക്രിറ്റ് കേട്ടോ. അങ്ങനെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റ് മീഡിയം, അതായത് സംസാര ഭാഷയൊന്നും ആയിരുന്നില്ല അത്ര കാലഘട്ടത്തോളം. ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള സംസാര ഭാഷയായിരുന്നില്ല സാൻസ്ക്രിറ്റ്, പക്ഷെ അതൊരു ഫോർമൽ ലാംഗ്വേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിലും അറബിയിലും പേർഷ്യനിലും അപഭ്രംശ എന്ന് പറയുന്ന അതൊരു ടൈപ്പ് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജ് ആണ്. അതേപോലെ ഹിന്ദാവി, ഭക്ത എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജുകൾ ഉണ്ടായിരുന്നു. ആ ലാംഗ്വേജുകളിലൊക്കെ തന്നെ ഒരുപാട് വർക്കുകൾ, സാഹിത്യ രചനകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും പല ഭാഷകളിലായിട്ട് പല രീതിയിലുള്ള സാഹിത്യ രചനകൾ ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രീ മുഗൾ പീരീഡിലെ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് പൊളിറ്റിക്കൽ, എക്കോണമിക് ആൻഡ് സോഷ്യൽ കൾച്ചറൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ദർ വിൽ ബി സബ്ജക്ട്, അവിടെ സബ്ജക്ട് ഉണ്ട്, എഴുതാനുള്ള സബ്ജക്ട് ഉണ്ട്. രാഷ്ട്രീയപരമായിട്ട് എഴുതാനാണെങ്കിലും സാമ്പത്തികപരമായിട്ട് എഴുതാൻ, എക്കോണമിക് ഹിസ്റ്ററീസ് ഒക്കെ കമ്മിയായിരുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, സോഷ്യലി, സാഹിത്യപരമായിട്ടാണെങ്കിലും സാംസ്കാരികപരമായിട്ടാണെങ്കിലും എഴുതാനോ നോട്ട് ചെയ്യാനോ പ്രിസർവ് ചെയ്യാനോ ആയിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ ആ ടൈമിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഡൈനാമിക് ആയ ഒരു പീരീഡ് ആയിരുന്നു. ഒരുപാട് സാമൂഹിക മാറ്റങ്ങൾ നടന്നിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു ഭാഷ, പേർഷ്യൻ ലാംഗ്വേജിലും മറ്റു ഇന്ത്യൻ ഭാഷകളിലൊക്കെ തന്നെ ഒരുപാട് സാഹിത്യ രചനകൾ, ലിറ്റററി കോമ്പോസിഷൻസ് ഇപ്പൊ നടന്നിട്ടുണ്ട്, ആ ടൈമിൽ നടന്നിട്ടുണ്ട്. വർക്ക്സ് ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് ദ വെർണാക്കുലർ ലാംഗ്വേജ് ഇൻക്ലൂഡ് ജീനിയോളജീസ്. ഇങ്ങനെ സംസ്കൃതത്തിൽ അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള മറ്റു വെർണാക്കുലർ ലാംഗ്വേജുകളിലും ജീനിയോളജീസ്, അതായത് ചരിതം എന്നാ പറയുക, വംശചരിതം എന്നാ പറയുക ജീനിയോളജി. അതേപോലെ ബയോഗ്രഫി, ജീവചരിത്രം. പാനിയോജറീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ രാജാക്കന്മാരെയൊക്കെ പ്രകീർത്തിക്കുക, അല്ലെങ്കിൽ അവരെ പ്രശംസിച്ചുകൊണ്ട്, അവരെ എക്സ്ട്രാ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് എഴുതുന്ന വർക്കില്ലേ, അത് അതിന് എന്താ രാജചരിതം, അങ്ങനെ എന്തോ ഒരു മീൻസ് പാനിയോജറീസ് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഈ രാജാക്കന്മാരെ അങ്ങോട്ട് പുകഴ്ത്തി അവരെ അങ്ങോട്ട് പ്രകീർത്തിച്ച് എഴുതുന്ന വർക്ക്സ്. ആൻഡ് ഡിവോഷണൽ ലിറ്ററേച്ചർ, ഭക്തി തരത്തിലുള്ള സാഹിത്യം. അതേപോലെ തന്നെ ഗവൺമെന്റൽ റെക്കോർഡ്സ് ഒക്കെ തന്നെ സംസ്കൃതത്തിലും വെർണാക്കുലർ ലാംഗ്വേജിലും ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചാപ്റ്റർ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ആഫ്റ്റർ ദ ഡിവാസ്റ്റേഷൻ കോസ്ഡ് ബൈ തിമൂർ, നമ്മളിപ്പോ 2-3 സ്ലൈഡിന് മുന്നേ പറഞ്ഞു എന്താണ്, തിമൂറിന്റെ കാലഘട്ടത്തിൽ, തിമൂർ ഇന്ത്യയിലേക്ക് കടന്നു വന്ന തിമൂറിന്റെ ആക്രമണത്തിന്റെ സമയത്ത് ഒരു ടെമ്പററി സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു തകർച്ച പേർഷ്യൻ ലാംഗ്വേജ് നേരിട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം അതെന്ന് പറഞ്ഞാൽ തിമൂർ കുറെ നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാക്കി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ അതിനുശേഷം ദ ഡൽഹി സുൽത്താനേറ്റ് നെവർ ഫുള്ളി റിക്കവേർഡ്.
ഇപ്പൊ തിമൂറിന്റെ ആക്രമണത്തിന് ശേഷം ഡൽഹി സുൽത്താനേറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയില്ല. അതായത് ഡൽഹി സുൽത്താനേറ്റ് ഏകദേശം ഡിസിൻറ്റഗ്രേഷൻ ഫേസിലോട്ട് പോയി. ബട്ട് ദ യൂസ് ഓഫ് പേർഷ്യൻ പെർസിസ്റ്റഡ് ഇൻ സ്മോളർ സുൽത്താനേറ്റ് ആൻഡ് റീജിയണൽ കോൺട്രിബ്യൂട്ട്സ്. പക്ഷെ ആ ഒരു സുൽത്താനേറ്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന സ്മോളർ റീജിയൻസിലെയും കോർട്സിലെയൊക്കെ തന്നെ പേർഷ്യൻ ലാംഗ്വേജ് പ്രിവെയിൽഡ് ആയിരുന്നു, നിലനിന്നു. ഓവർ ടൈം പേർഷ്യൻ ഇൻഫ്ലുവൻസ് റിവൈഡ് ഇൻ ഇന്ത്യ ഡ്യൂ ടു സെവറൽ ഫാക്ടേഴ്സ്. പക്ഷേ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താൽക്കാലികമായിട്ടുള്ള ഒരു തകർച്ചയായിരുന്നു പേർഷ്യൻ ലാംഗ്വേജിന് തിമൂറിന്റെ ആക്രമണം മൂലം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പേർഷ്യൻ ലാംഗ്വേജ് പേർഷ്യൻ ഇൻഫ്ലുവൻസിനും പേർഷ്യൻ ലാംഗ്വേജിനും പേർഷ്യൻ കൾച്ചറിനൊക്കെ തന്നെ ഒരു റിവൈവൽ, ഒരു പുനരുദ്ധാരണം, റിവൈവൽ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫോളോയിങ് ദ ടിമൂസ് ഡിപ്പാർച്ചർ, various regional powers like the Bahmani Sultanate, that is in Deccan, the Gujarat Sultanate and the Malwa Sultanate contributed to patronize Persian scholars, poets and artists. So ഈ തിമൂർ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് ശേഷം ബാമിനി സുൽത്താനേറ്റ്, ഗുജറാത്ത് സുൽത്താനേറ്റ്, അതേപോലെ തന്നെ മാൾവ സുൽത്താനേറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റീജിയണൽ ആയിട്ടുള്ള സുൽത്താനേറ്റുകൾക്ക് പ്രോമിനൻസ് കിട്ടി. അതായത് മേജർ സുൽത്താനേറ്റിന് ഡിസിൻറ്റഗ്രേഷൻ വന്നപ്പോൾ ഈ പറയുന്ന റീജിയണൽ സുൽത്താനേറ്റ്സിനൊക്കെ കുറച്ച് ഇൻഡിപെൻഡൻസ് കിട്ടുവാണ്. അപ്പോൾ ഇവര് ഇത്തരത്തിലുള്ള റീജിയണൽ സുൽത്താനേറ്റിന്റെ റൂളേഴ്സ്, അതായത് സുൽത്താൻസ്, ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മീൻസ് പേർഷ്യൻ സ്കോളേഴ്സിനെയും കവികളെയും ആർട്ടിസ്റ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. റോയൽ പാട്രണേജ് കിട്ടി. എനിവേ, ഓക്കെ. സോ ദ കോർട്സ് ബിക്കം സെന്റേഴ്സ് ഓഫ് പേർഷ്യൻ ലിറ്റററി പ്രൊഡക്ഷൻ. അങ്ങനെ ബാമിനി സുൽത്താനേറ്റിന്റെയും ഗുജറാത്ത് സുൽത്താനേറ്റിന്റെയും മാൾവ സുൽത്താനേറ്റിന്റെ ഒക്കെ രാജധാനികള് പേർഷ്യൻ സാഹിത്യത്തിന്റെയും പേർഷ്യൻ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയൊക്കെ, പേർഷ്യൻ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു വേദിയായി മാറുവാണ്. ആൻഡ് ഇറ്റ് ഓൾസോ എൻഷുർ ദാറ്റ് ദ ലാംഗ്വേജ് കണ്ടിന്യൂ ടു ത്രൈവ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ പേർഷ്യൻ ലാംഗ്വേജ് ഒരു തിമൂറിന്റെ ആക്രമണം മൂലം ഒരു പ്രഭാതത്തിൽ ഒറ്റയടിക്ക് ഇല്ലാതായില്ല. എനിവേ, അത് മേജർ റീജിയൻസിൽ ഒരു സെറ്റ് ബാക്ക്, അതിനൊരു തകർച്ച നേരിട്ടു എന്നുണ്ടെങ്കിലും പേർഷ്യൻ ലാംഗ്വേജ് പല രീതിയിൽ ആ സമയത്ത് എക്സിസ്റ്റിംഗ് ആയിരുന്നു. ലൈക്ക് ബാമിനി സുൽത്താനേറ്റിലും മാൾവ സുൽത്താനേറ്റിന്റെ ഒക്കെ അണ്ടറിലുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ലാംഗ്വേജിന് പ്രോമിനൻസോ പിന്നെയും കിട്ടി വന്നു. അപ്പൊ ഇത് അതിന്റെ റിവൈവലിനെ ഹെൽപ്പ് ചെയ്തൊരു ഫാക്ടറാണ്. While Timur's invasion caused a temporary disruption, the Persian language experienced a resurgence and flourished again, particularly under Mughal Empire. See, നോക്കൂ, നമ്മൾ പറഞ്ഞു തിമൂറിന്റെ ആക്രമണത്തിന് ശേഷം ഡൽഹി സുൽത്താനേറ്റിന്, അതായത് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞ 5 മേജർ ഡൈനാസ്റ്റീസ് ഉണ്ടല്ലോ, ഗൽജി, തുഗ്ലക്, ലോധി, ലോധി, പിന്നെ അങ്ങനത്തെ ആ ഡൈനാസ്റ്റീസ് ഇല്ലേ, ആ ഡൈനാസ്റ്റീസിന് ഒരു റിവൈവൽ ഉണ്ടായിട്ടില്ല. ആ ഡൈനാസ്റ്റീസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാണ്. മീൻസ് ലോധി ഡൈനാസ്റ്റിയോട് കൂടിയിട്ട്, നമ്മുടെ ലോധി സൈദ് ഡൈനാസ്റ്റിയോട് കൂടിയിട്ട് ഡൽഹി സുൽത്താനേറ്റ് ഇല്ലാതാവാണ്. അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാണ്, അത് കൊളാപ്സ് ചെയ്യാണ്, തകരുവാണ്. അതിനുശേഷം മുഗൾ എംപയർ വന്നു. മുഗൾ എംപയർ എന്താണ്, നല്ല രീതിയിൽ പേർഷ്യൻ ലാംഗ്വേജിനെ സപ്പോർട്ട് ചെയ്തു, പാട്രണൈസ് ചെയ്തു. സോ അപ്പൊ ഇതന്നെയാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ അവസാന കാലഘട്ടങ്ങളില് തിമൂറിന്റെ ആക്രമണം മൂലം പേർഷ്യൻ ലാംഗ്വേജിന് ഒരു സെറ്റ് ബാക്ക്, ഒരു തകർച്ച നേരിടേണ്ടി വന്നു. പക്ഷേ റീജിയണലി, പ്രാദേശികമായിട്ട് പേർഷ്യൻ ലാംഗ്വേജിന് ഒരു എക്സിസ്റ്റൻസ് ആ സമയത്തും കിട്ടിയിരുന്നു. അതിന് കാരണമായത് മാൾവ സുൽത്താനേറ്റും അതേപോലെ തന്നെ ഗുജറാത്ത് സുൽത്താനേറ്റും അങ്ങനത്തെ മറ്റേ ആ തരത്തിലുള്ള സുൽത്താനേറ്റ് പ്രദേശങ്ങളായിരുന്നു. അതിനുശേഷം പിന്നെ മുഗളന്മാരുടെ കാലഘട്ടമായപ്പോൾ, മുഗൾ ഡൈനാസ്റ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആയപ്പോൾ പേർഷ്യൻ ലാംഗ്വേജിന് വീണ്ടും ഒരു എന്താ പറയാ, ഒരു ഗ്രേറ്റ് കൈൻഡ് ഓഫ് റിവൈവൽ ഉണ്ടാവുകയാണ്. ഒരു വലിയ മഹത്തായിട്ടുള്ള റിവൈവല് പേർഷ്യൻ ലാംഗ്വേജിന് കിട്ടുകയാണ്, ഒരു പുനരുദ്ധാരണം കിട്ടുകയാണ്. സോ ബൈ ദ 16th century, 16ാം നൂറ്റാണ്ടായപ്പോൾ പേർഷ്യൻ ഹാഡ് ബിക്കം ദ ഡോമിനന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലിറ്റററി ലാംഗ്വേജ് അക്രോസ് മച്ച് ഓഫ് ദ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിലെ മറ്റ് പ്രോമിനന്റ് എല്ലായിടത്തും, നോർത്ത് ഇന്ത്യയുടെ മുഴുവൻ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ്, സാഹിത്യപരമായിട്ടുള്ള, ഭരണപരമായിട്ടുള്ള ഭാഷയായിട്ട് പേർഷ്യൻ ലാംഗ്വേജ് വീണ്ടും മാറുകയാണ്. ഈ ഒരു ലെഗസി ബ്രിട്ടീഷ് എംപയർ അല്ല, ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, കൊളോണിയലിസത്തിന്റെ സ്റ്റാർട്ട് വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതായത് 19ാം നൂറ്റാണ്ടിന്റെ ആ ഒരു ടൈമിലാണല്ലോ നമ്മുടെ ബ്രിട്ടീഷ് എംപയർ, ബ്രിട്ടീഷ് കൊളോണിയലിസം ഇവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നത്. ആ ടൈം വരെ
മീൻസ് ആ ഒരു ബ്രിട്ടീഷ് എംപയറിന്റെ ആ പീക്ക് ടൈം വരെ, ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ ആ പീക്ക് ടൈം വരെ പേർഷ്യൻ ലാംഗ്വേജിന് ഇവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. യാ, സോ ദാറ്റ്സ് ഓൾ. ഇത്രയാണ് നമ്മൾ ഇതിൽ ഡീൽ ചെയ്തിട്ടുള്ളത്. വലിയൊരു ടോപ്പിക് ആണ് ഇത്, അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇനി ഒരു പാർട്ടും കൂടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ലെസൺ വരുന്നുണ്ട്, ഈ ഒരു യൂണിറ്റിന്റെ ഒരു പാർട്ടും കൂടെ വരുന്നുണ്ട്. അതിൽ കമ്പാരിറ്റീവ്ലി ചെറിയ ടോപ്പിക്സ് ആണ്. സോ എനിവേ, താങ്ക് യു. നമുക്ക് ഇതിന്റെ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 2-3 പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് അതും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഈ ചാപ്റ്റർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.